ക്വാളിറ്റി പ്രൊഡക്ട്സുകളുമായി നിങ്ങളുടെ വീടുകൾ ആകർഷകമാക്കുവാൻ ഏതൻ ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്സ്. ഇന്റീരിയർ രംഗത്ത് ഉറപ്പിന്റെ കഥ പറയും ഡെൻവുഡിന്റെ ഓതറൈസ്ഡ് ഡീലറായ ഏതനിൽ ഗ്ലാസ്, പ്ലൈവുഡ്സ്, ലോക്ക് ആൻഡ് ഹാർഡ്വെയർ ഐറ്റംസുകളുടെ കമനീയ ശേഖരവുമായി വിശ്വസ്തയോടെ ഉറപ്പിന്റെ പര്യായമായി മേപ്പാടം മെളനാട് റോഡിൽ പ്രവർത്തിക്കുന്ന ഏതൻ ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്സ്. ഭാരതീയ ജനതാ പാർട്ടി ചേലക്കര 14-ാം വാർഡ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സ്നേഹോദരം 2025 സംഘടിപ്പിച്ചു. ഭാരതീയ ജനതാ പാർട്ടി 14-ാം വാർഡ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ SSLC +2 പരീക്ഷകളിൽ വിജയം കൈവരിച്ച മുഴുവൻ വിദ്യാർത്ഥികളെയും വാർഡിലെ ആദ്യകാല കുടുംബശ്രീയായ അന്തിമഹാകാളൻകാവ് ഭാവന യൂണിറ്റ് അംഗങ്ങളെയും വാർഡിലെ മുതിർന്ന തൊഴിലുറപ്പ് അംഗങ്ങളെയും ആദരിക്കുന്ന ചടങ്ങ് സംഘടിപ്പിച്ചു. ചടങ്ങിന്റെ ഉദ്ഘാടനം വിശ്വ ഹിന്ദു പരിഷത്ത് സംസ്ഥാന സഹപ്രമുഖ ഷാജി ശർമ്മ നിർവഹിച്ചു. ഇന്ത്യ ഭരിച്ചിരുന്ന BJPയുടെ അന്നത്തെ ആരാധ്യനായ അടൽ ബിഹാരി വാജ്പേയി അന്നത്തെ പ്രധാനമന്ത്രിയുടെ ഒരു ഭാവനയിൽ വന്ന ഒരു സൃഷ്ടിയാണ് ഈ ഒരു പദ്ധതി. ഈ ഒരു ഭാവന അദ്ദേഹത്തിൽ ഉണ്ടാവുകയും ഒരു ആശയം ഉണ്ടാവുകയും അങ്ങനെ മുഴുവൻ സംസ്ഥാന സർക്കാരുകളെയും ഒരുമിച്ച് ചേർത്തുകൊണ്ടൊരു ചർച്ച നടത്തുകയൊക്കെ ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ അന്ന് ഈ പദ്ധതി ഏറ്റെടുക്കാൻ തയ്യാറായത് കേരള സർക്കാരാണ്. ആദ്യമായിട്ട് ഈ പദ്ധതി ഞങ്ങൾ നടപ്പാക്കാം. അന്നത്തെ കമ്മ്യൂണിസ്റ്റ് സർക്കാർ അത് ഏറ്റെടുക്കാൻ തയ്യാറായി. നിങ്ങൾ ആലോചിക്കണം, കേന്ദ്രം ഭരിക്കുന്നത് BJP ആണ്, കേരളം ഭരിക്കുന്നത് CPM ആണ്. പക്ഷേ ഇതൊരു നല്ല പദ്ധതിയാണ്, ഇത് ഞങ്ങൾ ഏറ്റെടുക്കാം എന്ന് ആദ്യമായിട്ട് കേന്ദ്രത്തിന്റെ മുന്നിൽ പറഞ്ഞത് കേരള സർക്കാരാണ്. അപ്പൊ എന്ത് ചെയ്തു? അതിന്റെ ഔദ്യോഗികമായ ഉദ്ഘാടനം 1998 മെയ് 17-ാം തീയതി മലപ്പുറം ജില്ലയിലാണ് നടന്നത്. മലപ്പുറം ജില്ലയിൽ വെച്ച് ആദ്യമായി ലോകത്ത് അല്ലെങ്കിൽ ഭാരതത്തിൽ ആദ്യമായി ഇങ്ങനെ ഒരു പദ്ധതി പ്രഖ്യാപിച്ചു അന്നത്തെ പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയി. അപ്പൊ ശരിക്കും പറഞ്ഞ കുടുംബശ്രീ എന്ന് പറയുന്ന ഈ ഒരു സംവിധാനത്തിന്റെ പിറവി അല്ലെങ്കിൽ ഇത് കൊണ്ടുവന്നത് അന്നത്തെ BJP സർക്കാരാണ്, അടൽ ബിഹാരി വാജ്പേയിയാണ്. ചടങ്ങിൽ 14-ാം വാർഡ് കൺവീനർ രാജേഷ് പണിക്കർ KU അധ്യക്ഷത വഹിക്കുകയും ജയദേവൻ സ്വാഗതം പറയുകയും BJP മണ്ഡലം ജനറൽ സെക്രട്ടറി അരുൺ കുമാർ, BJP മണ്ഡലം സെക്രട്ടറി ജിജിമോൾ, ഗിരിജ അനിൽ, രാജേഷ്, ശിവദാസൻ, വിനയം എന്നിവർ ആശംസകൾ അറിയിക്കുകയും ചെയ്തു. പ്രത്യേകിച്ച് വലിയ വലിയ സ്ഥാനങ്ങളിലിരിക്കുന്ന ഭരണകർത്താക്കളടക്കം പല രീതിയിലെ വിവാദങ്ങളൊക്കെ ഉണ്ടാക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ നടക്കുന്നത്. പല രീതിയിൽ പല കുഴപ്പങ്ങളും ഉയർന്ന തലത്തിൽ നിന്ന് വരുമ്പോൾ സാധാരണക്കാരായ നമ്മൾക്കൊക്കെ അതിൽ എന്താണ് അതിൻ്റെ ഗുണദോഷം എന്നതിനെ കുറിച്ച് അറിയാതെ നമ്മൾക്കും വളരെ ധർമ്മസങ്കടം ഉണ്ടാവും. പ്രത്യേകിച്ച് വിദ്യാർത്ഥി രാഷ്ട്രീയം, കലാരംഗത്ത് കലാലയത്തിൽ വരുന്ന രാഷ്ട്രീയ പൊളിറ്റിക്സ്, അതിൻ്റെ കുറേ അപജയങ്ങൾ, അങ്ങനെ പല കുഴപ്പങ്ങളും നമ്മൾ ഇന്ന് നമ്മുടെ വിദ്യാർത്ഥി സമൂഹം നേരിടുന്നു. അപ്പം ഇതിനെയൊക്കെ തന്നെ നമ്മുടെ സംസ്കൃതിയെ ഉൾപ്പെടുത്തിക്കൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുന്ന പക്ഷം ഇതിന്നൊക്കെ തന്നെ വലിയൊരു മാറ്റം നമ്മൾക്ക് സൃഷ്ടിക്കാനായിട്ട് സാധിക്കും. പിന്നെ ക്രമത്തിൽ അറിയാം, നമുക്ക് ഇപ്പം ഇന്ന് നമ്മുടെ ആധുനിക സാങ്കേതിക വിദ്യാസമ്പ്രദായം അനുസരിച്ച് ആധുനിക സാങ്കേതിക ശാസ്ത്രത്തിൻ്റെ വളർച്ച അനുബന്ധിച്ചിട്ട് നമുക്കിപ്പോൾ എല്ലാവർക്കും ഒരു 10-ാം ക്ലാസ് പഠിക്കുന്ന ഒരു കുട്ടിക്ക് സ്വാഭാവികമായിട്ട് നെറ്റ് കണക്ഷനും മൊബൈൽ യൂസ് ചെയ്യുക എന്ന് പറയുന്ന ഒരു വിഷയവും ഒഴിവാക്കാൻ പറ്റാത്തതായിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സംവിധാനം അത് ഏത് രീതിയിലും കുറേ ദുഷിപ്പിക്കുന്നുണ്ടെന്നുള്ള യാതൊരു തർക്കമില്ല. എല്ലാ വിദ്യാർത്ഥികളും. CCV ന്യൂസ് ചേലക്കര.